തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് നെറ്റ്വർക്ക് ചാനലിന് പ്രത്യേകതയുള്ളതാണ്. ചാനൽ ഡയറക്ടർ ബോർഡ് അംഗവും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ എം രജീഷ് ബാബുവാണ് ഇവിടെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സംഘടനാ രംഗത്തെ പ്രവർത്തന മികവുമായി രജീഷ് ബാബു ഇതാദ്യമായാണ് മത്സര രംഗത്തേക്കിറങ്ങുന്നത്. ഹൈസ്കൂൾ പഠനകാലം തൊട്ട് ആരംഭിച്ചതാണ് രജീഷ് ബാബുവിന്റെ സംഘടനാ പ്രവർത്തനം. KSU പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായുമുള്ള പൊതുപ്രവർത്തന രംഗത്തെ മികവിന്റെ തിളക്കത്തിലാണ് രജീഷ് ബാബു തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡ് തങ്കയത്ത് ജനവിധി തേടുന്നത്. പിന്തിരിഞ്ഞു നോക്കിയാൽ രാഷ്ട്രീയ പാരമ്പര്യം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. പഴയകാല പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായ PSPയുടെ നേതാവായ TV ഭരതന്റെ മകനാണ് രജീഷ് ബാബു. 1977 പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും സുബ്രഹ്മണ്യ ഷേണായുടെ എതിരാളിയായും 1982 MV രാഘവനെതിരെയും TV ഭരതൻ PSPക്ക് വേണ്ടി മത്സരിച്ചിരുന്നു. പിതാവിന്റെ പാത പിന്തുടർന്ന് പൊതുപ്രവർത്തന രംഗത്തെത്തിയ രജീഷ് ബാബു തൃക്കരിപ്പൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യം കൂടിയാണ്. തൃക്കരിപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ രജീഷ് ബാബു തങ്കയം വാർഡിൽ മികച്ച വിജയപ്രതീക്ഷയുമായാണ് മത്സരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡ് തങ്കയത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലാകാലമായി നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ച ഒരു വാർഡുകളാണ്. ഈ വാർഡിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഇനി ഞാൻ ജയിച്ചു വന്നാൽ ഈ വികസനത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ പ്രവർത്തനം. ഏതായാലും രജീഷ് ബാബു മത്സര വിജയിയായാൽ രാഷ്ട്രീയത്തിനുമപ്പുറം നെറ്റ്വർക്ക് ചാനൽ കുടുംബാംഗങ്ങൾക്ക് അതൊരു അഭിമാന മുഹൂർത്തം കൂടിയാകും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.